ഹലോ എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു പവർഫുൾ ഡീറ്റോക്സ് സ്മൂത്തി റെസിപ്പി കാണിക്കാം. വളരെ സിമ്പിളാണ്, നമ്മൾ ഡൈജസ്റ്റീവ് ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ്. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഗ്യാസ്, അതുപോലെ ദഹനക്കേട്, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് പപ്പായ സ്മൂത്തി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെനച്ച നല്ല മധുരമുള്ള പപ്പായ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് തലേദിവസം സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡും പിന്നെ ഒരു 5 ഡേറ്റ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പപ്പായ സ്മൂത്തിക്ക് ആവശ്യമുള്ളത്. പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഓറഞ്ച് ജ്യൂസാണ്. അതൊരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 ഓറഞ്ച് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളവും ഐസും ഇട്ട് അടിച്ചെടുത്തതാണ്. അപ്പം അതും അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ലാസ്റ്റിൽ കുറച്ച് ഫ്ലാക്സ് സീഡും കൂടി അതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് തുടങ്ങാം. പപ്പായയിൽ കുറേ അധികം സോല്യൂബിൾ ഫൈബേഴ്സ് ഉണ്ട് ദഹിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കെട്ടിക്കിടക്കണ ദഹിക്കാത്ത ഫുഡൊക്കെ ഇത് ദഹിപ്പിച്ചിട്ട് പുറത്തേക്ക് തള്ളാൻ സഹായിക്കും. ശോധനയൊക്കെ നന്നായിട്ടുണ്ടാവും. പപ്പായയിൽ പപ്പൈൻ എന്നും പറഞ്ഞ ഒരു എൻസൈം ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ദഹിക്കാത്ത ഫുഡ്, നല്ല ഹെവി ഫുഡ് ദഹിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യണത്. ഇപ്പോൾ ഡേറ്റ്സിൽ കുരു ഉണ്ടെങ്കിൽ ആ കുരു കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാരറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാരറ്റ്സ് റിച്ച് ഇൻ വൈറ്റമിൻസും മിനറൽസും ആണ്. വൈറ്റമിൻസ് എ, അതുപോലെ ബി, സി, ഇ, ലങ്സിൻ്റെയും കിഡ്നിയുടെയും ഒക്കെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യണ ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പലതരത്തിലുള്ള ക്യാൻസറുകളെ പ്രതിരോധിക്കും. ഇനി നമുക്ക് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ശരീരത്തിലെ ടോക്സിൻസിനൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ട് ന്യൂട്രിയൻസ് ബോഡിയിലേക്ക് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരറ്റ്സ് ഹെൽപ്പ് ചെയ്യും. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സെയിം കപ്പിൽ തന്നെ ഞാനൊരു 1/4 കപ്പും കൂടിയും വെള്ളം എടുക്കുന്നുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ലാസ്റ്റിൽ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ സ്മൂത്തി നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, ഇല്ലെങ്കിൽ ഡിന്നറായിട്ടും എടുക്കാൻ നല്ലതാണ്. ഇത് ഡിന്നറായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ദഹനത്തിനൊക്കെ നല്ലതാണ്. കോൺസ്റ്റിപ്പേഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ലിവർ ഫങ്ഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതിൽ മധുരം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം പപ്പായയിലും ക്യാരറ്റിലും പിന്നെ നമ്മൾ ചേർത്ത ഡേറ്റ്സിലൊക്കെ മധുരമുണ്ട്. ഓറഞ്ച് ജ്യൂസിലും അത്യാവശ്യം മധുരമുണ്ട്. അപ്പോൾ ഷുഗർ ഒന്നും ഇതിൽ ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ ലിവറിൻ്റെ ഡീടോക്സിഫിക്കേഷന് ഹെൽപ്പ് ചെയ്യണതാണ്. ഇനി ഇത് അടച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്മൂത്തി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ക്യാരറ്റും ഡേറ്റ്സും അരയാനാണ് കുറച്ച് പാട്. അപ്പോൾ ഡേറ്റ്സും ക്യാരറ്റും ആദ്യം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത ശേഷം പപ്പായ ഇട്ട് ബ്ലെൻഡ് ചെയ്താലും മതി. ഇനി ഇതിൻ്റെ മേലെ ഒരു 1/2 ടീസ്പൂൺ ചിയാ സീഡും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂണാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത്. ഒരു 1/2 ടീസ്പൂൺ കൂടി ഇതിൻ്റെ മേലെ ഒന്ന് ഒഴിച്ച് കുറച്ച് ഫ്ലാക്സ് സീഡും കൂടിയും ഇതിൻ്റെ മേലെ വിതറി കൊടുക്കാം. അപ്പോൾ ഈ ഡ്രിങ്ക് നിങ്ങൾ വീക്ക്ലി വൺസെങ്കിലും കുടിക്കാം. പ്രത്യേകിച്ച് ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർ ഉറപ്പായിട്ടും ഇതൊരു വീക്ക്ലി വൺസെങ്കിലും എടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ലിവറിനും അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. താങ്ക്